60+ അറ്റ് ബ്രിജി കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ 2 ജ്യൂസാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ, ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം അധികമൊന്നുമില്ല. ഞാൻ നേരത്തെ പറിച്ചിട്ട് വന്ന പോലത്തെ 2-3 നാരങ്ങയുടെ ഇല, അത് മൂസമ്പി ആവട്ടെ അല്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. അപ്പോൾ ഇതിൽ പഞ്ചസാരയും ഉപ്പും ഒന്നും ഇടണ്ട. അത്ര അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു കുറച്ച് ഹണി ചേർത്താം. അപ്പോൾ ഞാൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നല്ല ഫ്രഷായിട്ട് നാരങ്ങയില, കയ്യിൽ മുള്ളു കൊള്ളാതെ കുറച്ച് നാരങ്ങയില എടുക്കാം. ഓറഞ്ചിൻ്റെ കുരു കളഞ്ഞിങ്ങനെ എടുക്കണം. അതിന് പിന്നെ കുറച്ച് ക്രഷ് ചെയ്തത് അതിനകത്തേക്ക് ഇടാനും, പിന്നെ അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ റിങ്ങും കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അരിച്ച് കൊണ്ടുവന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഷേക്കറിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടാം. പുതിനയിലയും കുറച്ചിട്ടാൽ മതി, അതിടാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്, ഐസ് ഇടണ്ടെങ്കിൽ ഇടാത്തവരും ഇടണ്ട. എന്നിട്ട് ഈ നല്ലപോലെ ഒന്ന് നന്നായിട്ടിങ്ങനെ ഷേക്ക് ചെയ്യാം. ഒരു ഷേക്കറിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഐസും നന്നായിട്ട് കുലുക്കി ഷേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഇടാം, കുറച്ച് ക്രഷ് ചെയ്ത് ഓറഞ്ച് ഇടാം, പിന്നെ ഒരു നാരങ്ങയുടെ ഇല ഓൾറെഡി നമ്മളിട്ട് അതിൽ കുലുക്കിയിട്ടുണ്ട്. ഒരു സ്ട്രോ ഇട്ട്, ഒരു സ്ട്രോ പ്ലാസ്റ്റിക് സ്ട്രോ അല്ല, പേപ്പർ സ്ട്രോ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു റിങ്, നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു റിങ് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ അലങ്കരിച്ചു. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, പക്ഷേ അതില്ലെങ്കിൽ അതിന് പകരം നമുക്ക് കുറച്ച് ഹണി ഒഴിക്കാം. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആണ്. പ്രായമുള്ളവർക്കാണ് കേട്ടോ പഞ്ചസാരയൊന്നും ഇടണ്ടെന്ന് പറഞ്ഞത്. അത് ഇടണമെങ്കിൽ ഇടാം, ഉപ്പും പഞ്ചസാരയൊക്കെ ഇടാം. പിന്നെ അല്ലെങ്കിൽ അതിൽ ബെറീസൊക്കെ കൂട്ടാം നമുക്ക്. പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടാം. നമ്മൾ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു സ്പൂൺ കൊണ്ട് അതങ്ങനെ തിന്നാൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു. ചെറുനാരങ്ങ ജ്യൂസിന് ഇതേപോലെ ചെറുനാരങ്ങ നമ്മൾ അതിൻ്റെ തൊലി ചെത്തിയെടുക്കും, അല്ലെങ്കിൽ അടിക്കുമ്പോൾ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു. പിന്നെ കുറച്ച് ഐസ് ക്യൂബും, പിന്നെ പുതിന ഇല, നാരങ്ങ അത് ഓപ്ഷനിലാണ്. നാരങ്ങയില അത് ഓപ്ഷനിലാണ്. നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ പാല് പോലെ നല്ല വെളുത്തിരിക്കും. സാധാരണ നമ്മൾ ജ്യൂസ് പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതുപോലെയല്ല. എന്നിട്ടതിൽ ഒരു ചെറിയ പുതിനയില ഇടാം, ഒരു കട്ട് ചെയ്ത ഒരു ചെറുനാരങ്ങയുടെ ഒരു ഇത് വെച്ച് അലങ്കരിക്കാം. പിന്നെ സ്ട്രോ വെച്ച് കൊടുക്കാം. അതിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഡാഷ് ഓഫ് ഉപ്പിടാം, കാരണം അതിൻ്റെ ടേസ്റ്റിനൊരു ഇത്. അത് അധികം നേരം വെക്കരുത്. വെക്കണമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളണം, അല്ലെങ്കിൽ അതിന് കയ്പ്പ് കൂടും. ഒട്ടും കയ്പ്പുണ്ടാവില്ല. വാസ്തവത്തിൽ ഒരു ചെറിയ തരി ഉപ്പിട്ടാൽ മതി, പഞ്ചസാര ഇടണമെന്നില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, ഫ്രഷായിട്ട് അപ്പം തന്നെ കുടിക്കുക. ഇത് ഒരുപാട് നേരം വെച്ചാൽ കഴിക്കും. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന സമയത്താണ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. കുടിക്കുമ്പോൾ നല്ല തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഒരു ഐസ് ക്യൂബും കൂടി, 1-2 ഐസ് ക്യൂബും കൂടി അതിനകത്തിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കോണ്ടിനെൻ്റലല്ല, ഇങ്ങനെയല്ല ഉണ്ടാക്കുക എന്നൊക്കെ പലർക്കും അഭിപ്രായം ഉണ്ടെങ്കിലും, ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വേറെ റെസിപ്പികൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റും. എനിക്കിഷ്ടമുള്ള പദാർത്ഥങ്ങൾ ഇടും, അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തത് മാറ്റും, അങ്ങനെ. അപ്പോൾ ഇതിന് പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത്, പ്രായം ഇതൊക്കെ നോക്കിയിട്ട് ഇതിന് കുഴപ്പമില്ല. വാസ്തവത്തിൽ ഈ നാരങ്ങയുടെ ഒപ്പം കുറച്ച് ഉപ്പിട്ട് കുടിക്കാനായിട്ട് BP ഉള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അത് കുറച്ച് മധുരം ഇടുക. അപ്പോൾ അങ്ങനെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നാരങ്ങ ജ്യൂസ്. താങ്ക് യു.